الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പടച്ചറപ്പിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് സ്വർഗം നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഉള്ളത്. ഒരു വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ അടുത്തൊരു മാസത്തിലേക്കും ഒരു പുതിയ വർഷത്തിലേക്കുമാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാൻ. മുഹറം മാസത്തെ കുറിച്ച് ഓർക്കുമ്പോഴും മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ ചെയ്യുകയും സ്വഹാബത്ത് തുടക്കം കുറിക്കുകയും ചെയ്ത ഹിജറയാണ് പലപ്പോഴും ഈ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരിക. മുഹറം മാസത്തെ വർഷത്തിന്റെ ആദ്യ മാസമായി തിരഞ്ഞെടുക്കാനുള്ള കാരണവും ആ മാസത്തിലാണ് ഹിജറ നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സിൽ പ്രവാചകത്വം ആരംഭിച്ച് അതുവരെയുള്ള അംഗീകരിക്കപ്പെട്ട സുസമ്മതനായ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം സംഭവിച്ച് 53 വയസ്സുവരെയുള്ള 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുന്നുണ്ട്. ആ മക്ക കാലഘട്ടം അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുമ്പുള്ള 40 വയസ്സുവരെയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യവും ചുറ്റുപാടുകളുമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അവഗണനയുടെയും പിന്തിരിപ്പിക്കലിന്റെയും നിഷ്കാസനത്തിന്റെയും പീഡനങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും ആക്രമണങ്ങളുടെയും മാനസികമായും ശാരീരികവുമായുമുള്ള പ്രതിസന്ധികളുടെയും ഒരു കാലഘട്ടമായിരുന്നു 13 വർഷത്തെ കാലം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 13 വർഷത്തിനുള്ളിലായിരുന്നു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആദ്യമായി അബിസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയത്. ഹിജറ മദീനയിലേക്ക് മാത്രമല്ല നടന്നിട്ടുള്ളത്, അന്നത്തെ യസ്രിബിലേക്ക് മാത്രമല്ല ഹിജറ നടന്നിട്ടുള്ളത്. ആദ്യം സ്വഹാബത്ത് ഹിജറ പോകുന്നത് ക്രൈസ്തവ ഭരണകൂടമുള്ള അബിസീനിയയിലേക്കാണ്, അഥവാ എത്യോപ്യയിലേക്കാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തുകളുടെ കൂട്ടത്തിലെ 15 ആളുകളായിരുന്നു ആദ്യം അബിസീനിയയിലേക്ക് ഹിജറ പോയത്. അതിന്റെ തൊട്ടു പിന്നാലെ 108ഓളം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുകൾ അവിടേക്ക് പോവുകയുണ്ടായി. അവിടെയും ഒരുപാട് സംഭവങ്ങളും തിരിച്ചു വരുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളും നടക്കുന്നു. ഈ മക്കയിലെ 13 കാലഘട്ടത്തിനിടക്കാണ് ചരിത്രം രേഖപ്പെടുത്തിയ ഊരുവിലക്ക് സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനോടും ആരും ഒന്നും മിണ്ടുന്നില്ല, ഒരു ക്രയവിക്രയങ്ങളും ഇല്ല, ഒരു കൊണ്ടുകൊടുക്കലും ഇല്ല. ഒരു കടയിൽ പോയാൽ സാധനം വാങ്ങാൻ കിട്ടാത്ത രൂപത്തിലുള്ള, ആരും സംസാരിക്കാത്ത ഒരു ഊരുവിലക്ക് ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് കുടുംബക്കാരെ, ഖുറൈശികളായ ആളുകൾ, ആ നാട്ടുകാർ ഊരുവിലക്കുന്നുണ്ട്, ബഹിഷ്കരിക്കുന്നുണ്ട്. ശഅബ അബീ ത്വാലിബിന്റെ കുന്നിൻ ചെരുവിലെയായിരുന്നു അല്ലാഹുവിന്റെ റസൂലും ഈ ഒരു 2 കുടുംബവും കയറി താമസമാക്കുന്നത്. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ വിശന്ന് കരയുന്ന ഒരവസ്ഥയിലേക്ക്, ഒന്നുമില്ലാതെ കാലിൽ തട്ടുന്നത് എന്താണോ അത് കയ്യിൽ പെറുക്കിയെടുത്ത് ആകാശത്തിലേക്ക് ആർത്തിയോടുകൂടി ഇറക്കി വിടുന്ന വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. അത് എല്ലിന്റെ കഷ്ണമായിരുന്നാലും കാഷ്ടത്തിന്റെ കഷ്ണമായിരുന്നാലും എന്തെന്ന് നോക്കാതെ ഭക്ഷിച്ചിരുന്നൊരു 3 വർഷ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ശഅബ അബീ ത്വാലിബിന്റെ കൊന്നിച്ചെരുവിൽ. ഈ ഒരു 13 വർഷത്തിന്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാന്റെ റസൂലിന്റെ താങ്ങും തണലുമായി നിന്ന, സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബിന്റെയും ഖദീജ ബീവിയുടെയും മരണവും സംഭവിക്കുന്നത്. 2 തണൽ മരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, ആക്രമണത്തിന്റെ ഊക്ക് കൂടിയപ്പോൾ അള്ളാന്റെ റസൂല് മക്കയിൽ നിന്നും 80 കിലോമീറ്റർ അപ്പുറമുള്ള തന്റെ ഉമ്മന്റെ നാട്ടിലേക്ക്, ത്വായിഫിലേക്ക് യാത്ര പോവുകയുണ്ടായി. ത്വായിഫിലേക്ക്. പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല തന്റെ ഉമ്മന്റെ നാട്ടിൽ നിന്നുണ്ടായിരുന്നത്. അവർ ആക്രമിച്ചു. തമ്മാടി പിള്ളേരെ വിട്ട്, അതല്ല എല്ലാവരെയും വിട്ട് അള്ളാന്റെ റസൂലിനെ എറിഞ്ഞ് കല്ലെറിഞ്ഞ് ഓടിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ വല്ലാത്ത മാനസികവും ശാരീരികവുമായ പ്രതിസന്ധി ഉണ്ടായി. ഇതും ആ 13 കൊല്ലത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. ഇതിന് ശേഷം ത്വായിഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാ മിഅ്റാജ് നടത്തി. അതും ഈ ഒരു കാലയളവിലാണ്. അത് കഴിഞ്ഞു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു ടീം വന്നത്. പ്രവാചകൻ വിശ്വസിച്ചു, നബിയെ നിങ്ങൾ എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നവിടെ? നിങ്ങൾ ഞങ്ങളോടൊപ്പം പോയി. ഞങ്ങളെ സ്വന്തത്തെക്കാളേറെ, കുടുംബത്തെക്കാളേറെ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ് എന്ന മദീനക്കാർ വന്നൊരു ഉടമ്പടി ചെയ്ത് അവരെ പ്രവാചകൻ സന്തോഷത്തോടു കൂടി തിരിച്ചയച്ച്, പ്രവാചകൻ അഡ്വാൻസായി ഒരു കാര്യം മനസ്സിൽ കണ്ട് അവരോടൊപ്പം ഇപ്പോൾ ഞങ്ങളില്ല, നിങ്ങൾ പോയേക്കുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചുവിടുകയുണ്ടായി. വീണ്ടും കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ, മക്കയിലെ കഠിനമായ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹ്യ് നിമിത്തം സ്വഹാബത്തിന്റെ അന്നത്തെ യസ്രിബിലേക്ക്, ഇന്ന് മദീനത്തുർ റസൂൽ, മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന അന്നത്തെ യസ്രിബിലേക്ക് പ്രവാചകൻ പെർമിഷൻ കൊടുത്തു സ്വഹാബത്തിന് യാത്ര പോവാം. എന്തിനെ? കൊള്ളയടിച്ചതിനല്ല, വ്യഭിചരിച്ചതിനല്ല, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചതിനല്ല, നാട്ടിലെ വിവാഹങ്ങൾ മുടക്കിയതിനൊന്നുമല്ല അവരെ പുറത്താക്കിയത്. മറിച്ച് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച് ജീവിതം ക്രമപ്പെടുത്തിയതിന്റെ പേരിൽ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതേ മദീനക്കാര് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പെർമിഷൻ കൊടുത്തു. സ്വഹാബത്ത് മുഹറമിൽ തുടക്കം കുറിച്ചു യാത്ര അന്നത്തെ യസ്രിബിലേക്കുള്ളത്. പ്രവാചകന്റെ സ്വഹാബത്ത് ഏകദേശം കുറെ ആളുകൾ പോയി. പിന്നെയും മക്കയിൽ ആളുകളുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്ര പോകാൻ അല്ലാഹു പെർമിഷൻ നൽകി. അഥവാ അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. മുഹറം കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞ് അടുത്ത മാസത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കൊരുങ്ങുമ്പോൾ അങ്ങ് ദൂരെ ദാറുൻ നദ്വയിൽ വെച്ച് അതേ മുശ്രിക്കുകൾ യോഗം ചേരുന്ന മീറ്റിംഗ് കൂടുന്ന കുതന്ത്രങ്ങൾ മെനയുന്ന ആ മജ്ലിസിൽ വെച്ച് ദാറുൻ നദ്വയിൽ വെച്ച് അവരൊരു മീറ്റിംഗ് കൂടി പോകാൻ ഇറങ്ങിയിരിക്കുന്നു. അതെ, ഇനി മദീനയിലേക്ക് എത്തിയാൽ മുഹമ്മദിനെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. പല നിലക്കുമുള്ള ചർച്ചകൾ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇബ്ലീസും വന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇബ്ലീസാണത്രേ പിന്നെ അടുത്ത അഭിപ്രായവും ആ അഭിപ്രായത്തിന് പിന്തുണയും നൽകി അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു തീരുമാനം അവിടെ വന്നു. പലരും പറഞ്ഞത് പലതായിരുന്നു. പക്ഷേ അബൂജഹൽ പറഞ്ഞൊരു തീരുമാനമാണ് അവിടെ നടപ്പിലാകുന്നത്. അഥവാ മുഹമ്മദിനെ കൊന്നുകളയാമെന്ന്. അവിടെ നിന്ന് ആ കൂട്ടരെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടിലിനെ വളയാൻ വേണ്ടി ആളുകൾ എത്തുന്നത് അവിടെയാണ് എത്തുന്നത്. പക്ഷേ അവരുടെ കണ്ണു വെട്ടിച്ച് തന്റെ കളിക്കൂട്ടുകാരൻ അബൂബക്കർ എന്ന തന്റെ ഭാര്യയുടെ പിതാവ് കൂടിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങ് യസ്രിബിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇതാണ് ചുരുക്കത്തിൽ ഒരു റസൂലുള്ളാഹിന്റെ 40 മുതൽ 53 വയസ്സ് വരെയുള്ള ഒരു കാലയളവ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ ഉള്ളത്. അവിടെ നിന്നവർ മദീനയിലേക്ക് അന്നത്തെ യസ്രിബിലേക്ക് യാത്ര കുറിച്ചു. നമുക്കറിയാം ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ഓർമ്മയിലേക്ക് ഈ ചരിത്രത്തെ ഒന്ന് ഓടിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രം. നോക്കൂ നിങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ട് ഹിജ്റയിൽ നമുക്ക്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ എന്തിനായിരുന്നു ഹിജ്റ എന്ന കൂട്ടരെ ആലോചിച്ചു നോക്കൂ. നമ്മുടെ പള്ളിയിലും നമ്മുടെ പട്ടളയിലും ഒരുപാട് മനുഷ്യന്മാർ പ്രവാസികളായി ജീവിക്കുന്നുണ്ട്. നാട്ടിലെ ഓരോ ഓർമ്മകളും സോഷ്യൽ മീഡിയകൾ കാണുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്. ഇതാ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ നിന്നും കുട്ടികൾ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കുട്ടികൾ നിറഞ്ഞ കുളത്തിലേക്ക് ചാടുന്നത് ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിട്ടപ്പോൾ അതിന്റെ അടിയിലെ കമന്റുകൾ കൂടുതലും പ്രവാസികളുടേതായിരുന്നു. ഞങ്ങൾക്ക് അതൊക്കെ മിസ്സാവുന്നുണ്ട്, ഞങ്ങൾ ഇവിടെയാണല്ലോ എന്ന് പറഞ്ഞാൽ നാടിന്റെ ചൂരും നാടിന്റെ മണവും നാടിന്റെ അനുഭവങ്ങളും വിട്ട് അങ്ങ് ദൂരെ പ്രവാസത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അവർക്കൊരു ലക്ഷ്യമുണ്ട്, തന്റെ കുടുംബത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എങ്കിൽ കൂട്ടരെ, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും എന്തിനായിരുന്നു ഇനി തന്റെ നാട്ടിലേക്ക് ഒരു വേള തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും നാട്ടുകാരാൽ പുറത്താക്കപ്പെട്ട് പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ വമ്പൻ വരവേൽപ്പും സ്വീകരണവും അവർക്ക് സ്നേഹവും ലഭിക്കുന്നുവെങ്കിൽ അതിന് നേർ വിപരീതമായി അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും നാട്ടിൽ നിന്നും അന്നത്തെ യസ്രിബിലേക്ക് പലായനം ചെയ്തതിന്റെ പിന്നിലെ ചേതോവികാരം എന്തെന്ന് ചോദിച്ചാൽ അൽ-അഖീദത്തു സ്വഹീഹ, സ്വച്ഛമായ വിശ്വാസമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്നാണ്. വേറെ ഒന്നുമില്ല. സ്വച്ഛമായ അതേ പടച്ചവനെ മാത്രം വിളിക്കാനും അള്ളാഹുവിനെ കൂടാതെ ഒരാളും വിളിക്കരുത് എന്നുമുള്ള അഖീദത്തുൻ സ്വഹീഹ, ശരിയായ ഒരു വിശ്വാസം മാത്രമായിരുന്നു അവർക്ക്. സ്വന്തം പിറന്ന നാടിൽ നിന്നും തന്റെ കുടുംബക്കാരെ, സ്വത്തിനെ, നാടിന്റെ മണവും നാടിന്റെ ചൂരും വിട്ട് അവർക്ക് യാത്ര പോകാൻ അവരുടെ പിന്നിലുള്ള അവർക്ക് പ്രേരണ നൽകുന്നത് വിശ്വാസമായിരുന്നു. കൂട്ടരെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ആ നാട്ടിൽ നിൽക്കാമായിരുന്നു. ഒന്നേ കോംപ്രമൈസിന് തയ്യാറായാൽ കുടുംബത്തോടൊപ്പം നിൽക്കാമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. എല്ലാ മതസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുകയും സൗഹാർദ്ദങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം മതപരമായ വിഷയങ്ങളിൽ വേറിട്ട് നിന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ അതിലില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആ വിശ്വാസത്തിന്റെ കാതൽ എന്ന് നമ്മൾ അറിയണം. നമ്മുടെ നാട്ടിലും നമ്മുടേതല്ലാത്ത വിശ്വാസങ്ങളും മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ച് പുലർത്തുന്നവരോടൊപ്പം അവരോടൊപ്പം സൗഹാർദ്ദമായി
ഐക്യത്തോടെ അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഇടപെടുന്നതോടൊപ്പം മതപരമായ തന്റെ ആശയത്തിന് വൈപരീതം സൃഷ്ടിക്കുന്ന ആശയവും അനുഷ്ഠാനം ഉണ്ടാകുമ്പോൾ അതിൽ ഞാനില്ല കേട്ടോ, അതിൽ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരാണ് ഞാൻ എന്ന് മാറി നിന്ന് അതോടൊപ്പം തന്നെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്ന പണിയായിരുന്നു അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും എടുത്തിരുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആ കൂട്ടരെ മദീനയിലെത്തിയപ്പോൾ മുഹറം 10 നോമ്പത ജൂതന്മാരെടുക്കുന്നു, സ്വഹാബികളും എടുത്തു. റസൂലുള്ള പറഞ്ഞു എടുക്കണമെന്ന്. അടുത്ത സ്റ്റെപ്പ് സ്വഹാബികൾ വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ജൂതന്മാർ എടുക്കണ്ടല്ലോ 10ാമത്തെ നോമ്പ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അവരിൽ നിന്ന് വിശ്വാസപരമായി നമുക്ക് വിട്ടു നിൽക്കണം, അതുകൊണ്ട് 9 കൂടി എടുക്കണം. ജൂതന്മാരിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നത് തന്നെയായിരുന്നു മുഹറം 9ന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി, മതപരമായി, അനുഷ്ഠാനപരമായി, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പറഞ്ഞ കാര്യങ്ങളുമായി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു മുഹറം 10 നോമ്പെടുത്ത റസൂലുള്ളാഹി 9 കൂടി എടുക്കണമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എഴുതി വെച്ചത്, ഇനി നിങ്ങൾക്ക് 9 എടുക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് 9 മിസ്സായി, നിങ്ങൾ 10 എടുത്തു എങ്കിൽ മറ്റു മതസ്ഥരിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് 11 കൂടി എടുക്കാം എന്നൊരു ഇളവ് കൂടി അവിടെ വെച്ചത് അതേ വിശ്വാസത്തിന്റെ അടിത്തറയാക്കൂട്ടരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം പുരുഷന്മാരോട് താടി നീട്ടാനും അതുപോലെ തന്നെ മീശ വെട്ടാനും പറഞ്ഞെടുത്ത് അതേ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണോ, ജൂതന്മാരോട് എതിരിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ജൂതന്മാർ ഇതിന് വിപരീതമാണ്. അതുകൊണ്ട് മുസ്ലിം പുരുഷന്മാരെ നിങ്ങൾ അറിയേണ്ടത്, ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരാകാൻ നിങ്ങൾ മീശ വെട്ടുക, താടിയെ വിട്ടേക്കുക എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസില. എന്ന് പറഞ്ഞാൽ മതപരമായ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം കൂടി ഇസ്ലാമിനെ വ്യതിരക്തമാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുക. നോമ്പിന് നമ്മളോട് അത്താഴം കഴിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസ് എന്താണെന്നറിയോ, അഹ്ലു കിതാബുകാർ അത്താഴം കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിക്കണം. അഹ്ലു കിതാബുകാർ ജൂതന്മാരാണ്, ക്രൈസ്തവരാണ്, അവർ അവരുടെ നോമ്പിന് അത്താഴം കഴിക്കാറില്ല. എന്നാൽ നിങ്ങള് നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കണം, വേറിട്ട് നിൽക്കാനാ പറഞ്ഞത്. ഖബർ സമനിരപ്പാക്കാൻ ഉയർത്തിപ്പൊന്തിച്ച ഖബറുകളെയെല്ലാം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും സമനിരപ്പാക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞത്, മറ്റുള്ളവർ അവരുടെ അമ്പിയാക്കളെയും പുണ്യപുരുഷന്മാരുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കാറുണ്ട്, അതുകൊണ്ട് നമുക്ക് പാടില്ല, അത് നിരപ്പാക്കണമെന്നാണ്. ചില വസ്ത്രങ്ങൾ, ചില നിറങ്ങൾ നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മറ്റു മതങ്ങളുടെ അതേ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാ. അതുകൊണ്ട് ഇന്ന നിറത്തിലുള്ള ഇന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഈ ഒരു ഓർഡറിൽ 4-5 കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വ്യതിരക്തനാണ് ഒരു മുസ്ലിം എന്നറിയാനാണ്. എല്ലാറ്റിലും കൂടി ഇളക്കി മറിക്കുന്നവനല്ല മുസ്ലിം. എല്ലായിടത്തും ഉണ്ടാകും, പൊതുകാര്യങ്ങളിൽ ഉണ്ടാകും, പൊതു നന്മകളിൽ ഉണ്ടാകും, പൊതു സൗഹാർദ്ദങ്ങളിൽ ഉണ്ടാവും, ഐക്യത്തിൽ ഉണ്ടാവും. എല്ലായിടത്തും മുസ്ലിം മുൻപന്തിയിലാണ്. പക്ഷേ മതപരമായ വിഷയത്തിൽ മതത്തിന്റെ കൂടെ ലയിക്കാനില്ല. അവിടെ വിട്ടു നിൽക്കേണ്ടിടത്ത് മാറി നിന്ന് മാന്യമായി എല്ലായിടത്തും ഞാനുണ്ട്, പക്ഷേ എനിക്ക് ഈ ആശയത്തിനെതിരാണ്, അതുകൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ആശയത്തിലേക്ക് ആളെ ക്ഷണിച്ചു എന്നതായിരുന്നു കൂട്ടരെ അള്ളാന്റെ റസൂലും സ്വഹാബത്തും ചെയ്തത്. അതുകൊണ്ടായിരുന്നു ഹിജ്റ ഉണ്ടായത് എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, അറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ പാഠം അൽ ഇഖ്ലാസു ബിൽ അഅമാൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കേൾക്കാത്ത ഒരു പടപ്പ് പോലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. കാരണം കാലങ്ങളായി മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഒരു വഅദ് കേൾക്കാൻ ധാരാളമായി അവസരം കിട്ടിയ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന ഹദീസ് കേൾക്കാത്തവരുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നിയ്യത്തിന് അടിസ്ഥാനമായിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന. അതേ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വഴിയിൽ കണ്ടൊരു മാലിന്യം മാറ്റിയിടുമ്പോൾ
അതിന് നിങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ മനസ്സിൽ പരലോകത്തെനിക്ക് ഇതിന് കൂലി കിട്ടണമെന്ന നീയത്ത് വേണം. മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങളൊന്ന് മുഖം കാണിച്ച് നിങ്ങളെ ചുണ്ടൊന്ന് വിടർത്തി നിങ്ങളൊന്ന് പുഞ്ചിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവുമല്ലാതെ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹ് എനിക്കിതിന് കൂലി തരണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടുള്ളൂ. വായുടെ വായിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയുണ്ടല്ലോ, ആ ഉരുളക്ക് നിങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ അത് പരലോകവുമായി ബന്ധമുണ്ടാവണം. എന്നും രാവിലെ പല്ല് തേക്കുന്നു, രാത്രി കിടക്കുമ്പോ പല്ല് തേക്കുന്നു, അതല്ലാത്ത സമയങ്ങളിലെല്ലാം ദന്തശുദ്ധീകരണം നടത്തുന്നു. നിങ്ങളുടെ പല്ല് വൃത്തിയാവുക എന്ന ഉദ്ദേശമാണെങ്കിൽ അത് വൃത്തിയാവും. അതിനപ്പുറം നിങ്ങൾക്കത് പരലോകത്ത് കൂലിയാകണമെങ്കിൽ ഞാൻ ഇത് തേക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഉണ്ടായത് കൊണ്ടാണ്, കൂലി കിട്ടാനാണ്. അതാ കൂട്ടരെ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഈ ഹദീസ് റസൂലുള്ള പറയുന്ന സാഹചര്യം എപ്പോഴാണെന്നറിയോ? അതെ, അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റക്ക് പോകാൻ പറഞ്ഞപ്പോ സ്വഹാബികളൊക്കെ ഇങ്ങനെ കുടുംബത്തെ വിട്ട് താൻ കുറെ കാലമായി സമ്പാദിച്ചുണ്ടാക്കിയ തന്റെ ഉയർപ്പിന്റെ അംശങ്ങളെല്ലാം ഒഴിവാക്കി നാട്ടുകാരെയും കുടുംബക്കാരെയും വിട്ട് പരിചയമില്ലാത്ത ഒന്നുമില്ലാത്ത വെറും ശൂന്യത മാത്രമുള്ള അതെ യസ്രിബിലേക്ക് ഇങ്ങനെ പോകാൻ തയ്യാറായി വന്ന നിഷ്കളങ്കരായ നിഷ്കപടരായ മുഖ്ലിസീങ്ങളായ സ്വഹാബത്ത് ഇങ്ങനെ വന്നപ്പോ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ റസൂൽ പറയട്ടോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. സ്വഹാബികളെ, നിങ്ങൾക്ക് ഇതിന് കൂലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ നിയ്യത്ത് നന്നാക്കണം. കാരണം ഇഖ്ലാസുള്ള കർമ്മങ്ങൾക്ക് ആരോടാ പറയുന്നത്? ഒക്കെ ഒഴിവാക്കി വരുന്നവരോട്, ഒക്കെ ഒഴിവാക്കി വരുന്നോട്. പച്ചയായി ശരീരത്തിൽ വാളിന്റെ അംശം ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ അടയാളങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ ജീവിതം കൊടുക്കാൻ തയ്യാറായി വന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ പറയണേ, നിങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ, നിങ്ങൾ ഈ പോകുന്നത് നിങ്ങൾക്ക് പരലോകത്ത് കിട്ടണമെങ്കിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അതുകൊണ്ട് കൂട്ടരെ സ്വഹാബത്തിന്റെ അടുത്തേക്ക് എത്താത്ത നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്റെ ഒരു പുഞ്ചിരി, എന്റെ ഒരു ചലനം, എന്റെ ഒരു കാൽവപ്പ്, എന്റെ ഒരു ഇരിപ്പ്, എന്റെ ഒരു നൃത്തം, എന്റെ ഒരു കൊടുക്കല്, ഇതിനൊക്കെ കൂലി കിട്ടണമെങ്കിൽ എന്റെ നീയത്ത് ശരിയാകണമെന്നാണ്. മറ്റുള്ളവർ കാണാനല്ല, മറ്റുള്ളവർ അറിയാനല്ല, എല്ലാതും അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ട് ആര് കണ്ടിട്ടില്ലെങ്കിലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും നാട്ടിലെ ഗ്രൂപ്പിൽ എന്റെ പേര് വന്നിട്ടില്ലെങ്കിലും കൊടുത്ത സംഖ്യയുടെ ഇപ്പുറത്ത് എന്റെ പേരിന്റെ പേരിൽ ടിക്ക് വന്നിട്ടില്ലെങ്കിലും കൂട്ടരെ അള്ള കാണുന്നുണ്ടെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതിനെ കൂലിയുള്ളൂ. അല്ലാത്തത് നാട്ടുകാർ കാണും, നാട്ടിൽ ചിലപ്പോ വില ഉണ്ടാകും, നാട്ടിൽ മാന്യനെന്ന് പറയപ്പെടും, കൊടുക്കുന്നവനെന്ന് പേര് വിളിക്കപ്പെടും, പള്ളി കമ്മിറ്റി ഭാരവാഹികളാണെന്ന് അറിയപ്പെടും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം പരലോകത്ത് ചെല്ലുമ്പോൾ ശൂന്യതയാവും. അങ്ങനെ ഒരു പാഠം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് അൽ ഇഖ്ലാസു ബിൽ അഅമാൽ. ഇല്ല കൂട്ടരെ, നീയത്ത് നന്നാകാതെ നമുക്ക് കൂലിയില്ല എന്നൊരു തിരിച്ചറിവ് ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തേത് അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിനുള്ള ബലമേൽപ്പിക്കലാണ്, തവക്കുലാണ്. പക്ഷേ എപ്പോഴും കേൾക്കണ തവക്കുലല്ല കൂട്ടരെ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയുമോ, അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അബൂബക്കറിന്റെ കൂടെ യാത്ര ചെയ്ത് തൗർ ഗുഹയിൽ തങ്ങുന്ന പ്രവാചകനുണ്ട്. ആ തൗർ ഗുഹയിൽ തങ്ങുന്ന പ്രവാചകന്റെ ആ ഗുഹാമുഖത്തു കൂടി ശത്രുക്കൾ കടന്നു വരുമ്പോൾ ശത്രുക്കളുടെ മനസ്സിലുള്ളത് എന്താണെന്നോ, തന്റെ തലമുറക്ക് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ജീവിക്കാനുള്ള ഇനാമാണ് അള്ളാഹിന്റെ റസൂലിന്റെ തല ഒരു താലത്തിലിട്ട് കൊണ്ടുപോയാൽ കിട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഭടനും മത്സരിച്ചുകൊണ്ട് ഒരാളും ഒരാൾക്ക് വിട്ടുകൊടുക്കാതെ കിട്ടിയ അവസരം മുതലാക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഗുഹാമുഖത്തുകൂടി, കുറച്ച് താഴ്ചയുള്ള ഗുഹാമുഖത്തുകൂടി ശത്രുക്കൾ ഇങ്ങനെ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്ന വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസത്തെയാണ് അല്ലാഹു ഒപ്പിവെച്ചത് വിശുദ്ധ ഖുർആനിൽ. അതാ ആ ഗുഹയിൽ, സൗർ എന്ന പേരുള്ള ആ ഗുഹയിൽ രണ്ടിൽ ഒരാളതാ ഇത് യഖൂലു ലിസ്വാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. ആ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അത് കേട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞത്, അബൂബക്കറേ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ടടോ, താങ്കൾ എന്തിനാ ദുഃഖിക്കുന്നത്? ഇന്നല്ലാഹ മഅനാ,
മഅനാ, നമ്മളോടൊപ്പം അല്ലാഹു ഇല്ലേ. മൂന്നാമതായിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ലാഹു തീരുമാനിച്ചതിനപ്പുറം ഒന്നും ദുനിയാവിൽ നടക്കാനില്ല. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, ദുഃഖിക്കണ്ട. നോക്കിയാൽ കാണും, തല താഴ്ത്തിയാൽ കാണും. അതേ കണ്ടു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ജീവൻ അവരെടുക്കും. പക്ഷേ റസൂൽ പറയുന്നു, അബൂബക്കറെ എന്തിനാ പേടിക്കണേ? അള്ളല്ലേ എന്നാ. രണ്ട് കാര്യം കൂട്ടരെ തവക്കുലിന് വേണ്ടത്. ഒന്നെന്താന്നറിയോ? ഒന്ന് നിങ്ങൾ ആലോചിക്കും, നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു പണിക്കാരന് പോലും ആ പണിക്കാരനിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ അയാളെ പണിക്കാക്കി നമ്മൾ വീട്ടിൽ നിന്ന് പോവോ? ഇല്ലല്ലോ കൂട്ടരെ. അതായത് നമ്മുടെ നാട്ടിലെ ഭൗതികമായി ചിന്തിച്ചാൽ പോലും അല്ലേ, മകളെ കല്യാണം കഴിക്കാൻ വന്നവനെ കുറിച്ച് അന്യനാട്ടിൽ നിന്ന് കേട്ട ചെറിയ 98% ഓക്കെയാണ്, ബാക്കി 2% എന്തോ ഉണ്ട് എന്ന് എവിടെ നിന്നോ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ കരളിന്റെ കഷ്ണത്തെ ആ ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നാട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് പറഞ്ഞാലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കില്ലല്ലോ. കാരണം വിശ്വാസം പോയി. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തവക്കുലിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? തവക്കുലിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ ബോധ്യപ്പെട്ടവന് മാത്രമേ തവക്കുൽ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ ബോധ്യപ്പെട്ടവനെ മാത്രമേ തവക്കുൽ ചെയ്യാൻ കഴിയൂ. എനിക്ക് ബോധ്യപ്പെടാത്തൊരു റബ്ബിൽ ഞാൻ എങ്ങനെ തവക്കുൽ ചെയ്യും? അല്ലേ, 8-9 വർഷമായി എന്റെ കുട്ടി ഇപ്പോഴും അപസ്മാരകമായി ജീവിക്കുമ്പോൾ എന്റെ കുട്ടിയെ റബ്ബിൽ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ കൂട്ടരെ, എനിക്ക് തവക്കുൽ ഉണ്ടാവണമെങ്കിൽ ആ റബ്ബിനെ ബോധ്യപ്പെടാത്ത ഞാൻ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? +1 പുതിയ സീറ്റ് കിട്ടിയ സ്കൂളിലേക്ക് IED-ആയ കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള ശരീരം വളർച്ചയുള്ള ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ച് ആ അമ്മ മാത്രമുള്ള കുടുംബത്തിൽ ആ അമ്മ അന്യന്റെ വീട്ടിൽ പോയി അടുക്കള ജോലി എടുത്തു വരുമ്പോൾ കൊണ്ടുപോയാക്കാനും കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും കഴിയാതെ അന്യന്റെ അടുക്കളയിൽ ജോലി നോക്കുന്ന ഒരു അമ്മ, ആ അമ്മ തന്റെ ദൈവത്തിന്റെ കൈകളിലേക്ക് തന്റെ കുഞ്ഞിനെ പറഞ്ഞയച്ച് കൊടുത്തുവിട്ട് ഏൽപ്പിച്ച് അവൾ ബസ് കയറി തിരിച്ചു വരുന്നതും കാത്ത് ഒരു അമ്മ ഇരിക്കണമെങ്കിൽ ആ അമ്മന്റെ മനസ്സിൽ എന്തുവാണെന്നറിയോ? എന്റെ മുകളിൽ എന്നത് ഏറ്റെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു റബ്ബുണ്ടെന്ന ബോധ്യത്തിൽ നിന്ന് മാത്രമേ കൂട്ടരെ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ വമ്പൻ സംഖ്യ കടമുണ്ടായിട്ടും തവക്കുൽ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത് എന്താണെന്നറിയോ? പടച്ചവനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടും പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യാൻ കഴിയാത്തത് ആ റബ്ബിനെ ബോധ്യപ്പെടാത്തത് കൊണ്ടാ. അതുകൊണ്ട് അടിസ്ഥാനം തവക്കുലിന്റെ എന്റെ റബ്ബിനെ ബോധ്യപ്പെടണം. എന്റെ റബ്ബിനെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കെങ്ങനെ ആ റബ്ബിൽ തവക്കുൽ ചെയ്യാൻ കഴിയും കൂട്ടരെ? അതുകൊണ്ട് ഒന്നതാണ്. രണ്ടാമത്തേത്, പരിപൂർണ വിശ്വാസത്തിൽ നിന്നുള്ള തവക്കുൽ മാത്രമേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. വിശ്വാസം ഉണ്ട് എന്ന് പറയുകയല്ല, 100% അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയിൽ നിന്നേ അല്ലാഹ് തവക്കുൽ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു മെസ്സേജ് കൂടി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കൂട്ടരെ, തവക്കുൽ വെറുതെ പറയുന്നതല്ല. ആ തവക്കുലിന്റെ കനം കൊണ്ട് മാത്രമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, അതൊരു വാചകമല്ല, അതൊരു മനോഗതമായിരുന്നു. ആ മനോഗതത്തിന്റെ മുമ്പിൽ ആ കൂട്ടരെ ചൂടുള്ള തീക്ക് തണുപ്പ് വന്നത് അതാ തവക്കുലിന്റെ പവറാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിൽ നിൽക്കുന്ന കിങ്കരന്മാർ, ഫിറഔന്റെ കിങ്കരന്മാരും മുന്നിൽ നിൽക്കുന്ന ചെങ്കടലിന്റെയും ഇടയിൽ നിന്ന് അതെ എന്റെ കൂടെ എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന തവക്കുലിന്റെ പവർ കൊണ്ടാ കൂട്ടരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കടലിന്റെ പിളർപ്പുണ്ടായത് എന്ന് നമ്മൾ അറിയണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ അല്ലാഹ് ആകാശ ലോകത്തേക്ക് ഉയർത്തിയതിന്റെ പിൻപിൽ തവക്കുലിന്റെ വല്ലാത്ത പവറുണ്ട്. അതുകൊണ്ട് വിശ്വാസം പൂർണ്ണമായിടത്തു നിന്നാണ് തവക്കുൽ അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാത്തടത്ത് തവക്കുൽ ഉണ്ടാവില്ല. ഞാപ്പന്റെ കുറെ പറഞ്ഞല്ലോ, അള്ളതൊന്നും കേൾക്കണില്ലേ? വർത്താനം എന്താണെന്നറിയോ? തവക്കുൽ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. കുറെ പറഞ്ഞല്ലോ, കുറെ ചെയ്തല്ലോ, ഞാനല്ലേ ഇപ്പൊ നാട്ടിൽ കുറച്ചൊക്കെ നിസ്കരിക്കണവനും പള്ളിയിൽ പോണവനും, എന്നിട്ടും എന്തേ എന്റെ റബ്ബിനെങ്ങനെ പരീക്ഷിക്കണത്? ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാവുന്നു എന്ന ചോദ്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൂട്ടരെ, നമ്മുടെ തവക്കുലൊന്നും ശരിയായിട്ടില്ല. ആ തവക്കുലിന്റെ പവറാണ് അതെ അബൂബക്കറിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹിജറയുടെ പാഠങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് കൂട്ടരെ, അറിയുക അറിയുക ഹിജറ ഇനിയും ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കിട്ടുന്ന പാഠങ്ങൾ പഠിച്ചും വായിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ അറിയണം ഹിജറ എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമായി നമുക്ക് ഇപ്പോൾ കേൾക്കാനുള്ളൊരു കഥ മാത്രമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും പച്ചയായ ജീവിതമായിരുന്നു അത്. പുതിയൊരു വർഷം 1445 നമ്മൾ 46 നമ്മൾ പ്രവേശിക്കുമ്പോൾ മുഹറം എന്തുകൊണ്ട് 46ന്റെ ഒന്നാമത്തെ മാസമായി? അല്ല, ഹിജറ വർഷത്തിലെ 12 മാസങ്ങളിലെ ഒന്നാമത്തെ മാസം എന്തുകൊണ്ട് മുഹറമാക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നിടത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വലാ അഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹിജറ നൽകുന്ന പാഠങ്ങളെ സംബന്ധിച്ചാണ്. യുവാക്കൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ഹിജറ. ആലോചിച്ച് നോക്കൂ, അലിയാരി തങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ കടന്ന ചരിത്രം കേൾക്കാത്തൊരു നമ്മളെ കൂട്ടത്തിൽ ആരുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. അത് നടന്ന സന്ദർഭം എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂൽ ഹിജറക്ക് ഒരുങ്ങുമ്പോഴാണ്. ആ ഹിജറക്ക് ഒരുങ്ങുമ്പോൾ റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും നോക്കി നിൽക്കുന്ന ഒരു ടീം പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി അവിടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീട്ടിന്റെ ചുറ്റുവട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലെങ്ങാനും അവിടെ നിന്ന് അനങ്ങിയാലും പുറത്തിറങ്ങിയാലും അവരുടെ വാള് റസൂലുള്ളാഹിന്റെ തലയെ നിലത്തിടാൻ മാത്രം പവറുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് റസൂലുള്ളാഹിക്ക് നൽകിയ ഒരു മുഅ്ജിസത്തുമായി പ്രവാചകൻ അവരുടെ കണ്ണ് വെട്ടിച്ചിറങ്ങിപ്പോരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കടന്ന വിരിപ്പിലേക്ക് കടക്കാൻ മാത്രം ചങ്കൂറ്റമുള്ള, ഈമാനുള്ള, ആത്മധൈര്യമുള്ള, തന്റെ ഇടവും നട്ടലുമുള്ള യുവാവായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ചരിത്രം പറയുന്നത്. 20 വയസ്സിനോട് അടുക്കുന്ന പ്രായം മാത്രം, 20 വയസ്സിനോട് അടുക്കുന്നത്. അതാ കൂട്ടരെ അലിയാരി തങ്ങൾ ഹിജറ നൽകുന്നുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു യുവത്വത്തെയല്ല ഒരു മഹല്ലിനും ഒരു നാടിനും ഇസ്ലാമിനും വേണ്ടതെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം യൗവനത്തിന്റെ ചരിത്രമാണ്. യുവാക്കൾക്ക് പലതും നടത്താനുണ്ട്. ദീനിയായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനുണ്ട്. മഹല്ലിന്റെ പൊതു ഇടങ്ങളിൽ എണീറ്റ് നിൽക്കേണ്ടതുണ്ട്. പറയേണ്ടിടത്ത് പറയാനും എണീറ്റ് നിൽക്കേണ്ടിടത്ത് എണീറ്റ് നിൽക്കാനും വായ തുറന്ന് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനും യുവാക്കൾക്ക് കഴിയുന്നിടത്ത് അവിടെ ഈമാൻ അതിനനുസരിച്ച് ശക്തിപ്പെടുന്നിടത്ത് ഒരു നാടിനും ഒരു നാട്ടുകാർക്കും മെച്ചങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജറ നമുക്ക് നൽകുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ട് എന്ന് നമ്മൾ അറിയുക. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, അള്ളാഹ് അങ്ങോട്ട് സഹായിച്ചാൽ അള്ളാഹ് അങ്ങോട്ട് സഹായിക്കുന്ന. ആരെങ്കിലും അള്ളാഹനെ സഹായിച്ചാൽ അള്ളാഹ് തിരിച്ച് സഹായിക്കും. ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ചാൽ അവൻ തിരിച്ചവനെ സംരക്ഷിക്കുമെന്ന് ഈ ഹിജറ നമുക്ക് നൽകുന്നുണ്ട്. നോക്കിങ്ങള്, എന്തിനാ ഹിജറ പോണത്? അള്ളാഹിന്റെ ദീന് സംരക്ഷിക്കാനാ. അതുകൊണ്ട് സൗർ ഗുഹയിൽ കിടക്കുമ്പോൾ അള്ളാഹു സംരക്ഷിച്ചു, ഒന്നും സംഭവിച്ചില്ല. അള്ളാഹുവാണ് ഏറ്റെടുത്തത്. സുറാഖയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. സുറാഖ റസൂലുള്ളാഹിന്റെ തല വെട്ടാനാ വരുന്നത്. നേരെ സുറാഖ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തുന്നുണ്ട് തലയെടുക്കാൻ വേണ്ടി. പക്ഷെ അള്ളാഹു സംരക്ഷിച്ചു. വെട്ടാൻ വരുമ്പോൾ അവന്റെ കുതിരയുടെ മുൻകാലുകൾ മരുഭൂമിയിൽ ആണ്ടുപോകുമെന്ന, അതിനെ തിരിച്ചെടുത്ത് വീണ്ടും വരുമ്പോൾ വീണ്ടും ആഴ്ന്നു പോകും. അവസാനം അവൻ പരാജയം സംഭവിച്ച് തിരിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്, അള്ളാന്റെ സഹായം ഇറങ്ങുന്ന രംഗം. അതുകൊണ്ട് ഫത്ഹു മക്ക, പിന്നെ മക്കയിൽ നിന്ന് പോയി യുദ്ധം പോലുമില്ലാതെ മക്ക പിടിച്ചെടുത്ത് തിരിച്ചു വന്ന് മറ്റുള്ളവരെ തങ്ങളുടെ കീഴിലാകുന്ന വല്ലാത്തൊരു സഹായം അള്ളാഹുവിൻ്റെതുണ്ട്. അതുകൊണ്ട് കൂട്ടരെ അറിയുക, അള്ളാഹുവിനെ അങ്ങ് സഹായിച്ചാൽ
അള്ളാഹു തിരിച്ച് നമ്മെ സഹായിക്കും. അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്ന ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഹിജ്റ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഉണ്ടായതല്ല. പലപ്പോഴും നമ്മുടേത് പലതും അങ്ങനെയാണ്. ഇന്ന് രാവിലെ ഇറങ്ങി അങ്ങോട്ട് ഫത്തഹാക്ക, അങ്ങനെ ഒന്നില്ല. ഇസ്ലാമിൽ പ്ലാനിങ്, മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിജ്റയുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പ് ഇല്ല, അതേ മെസ്സേജുകൾ പരസ്പരം കൈമാറാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വളരെ ചടുലമായി ഇല്ലാത്തൊരു കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഒരു പ്ലാനിങ് ഹിജ്റയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അറിയണം. നിങ്ങൾക്കറിയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയും രണ്ട് വഴിയിലൂടെയായിരുന്നു ഹിജ്റക്ക് തുടക്കം കുറിക്കുന്നത്, രണ്ട് വാഹനത്തിൽ. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് സൗർ ഗുഹയിലാണ്. സൗർ ഗുഹ അറബി നാടുകൾ സന്ദർശിച്ച ആളുകൾക്കറിയാം എന്തല്ല മക്കൾക്ക് പുറത്തൊന്നുമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് സൗർ ഗുഹയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു 3 ദിവസം ഇരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആളുകളൊന്ന് അടങ്ങാൻ വേണ്ടി ഇരുന്നു എന്നാണ്. എല്ലാ ദിവസവും രാത്രി അബൂബക്കർ റളിയല്ലാഹു അൻഹു മോനെ മക്കയിൽ നിന്ന് കയറി വരുന്നതാണ്. രാത്രി അവിടുത്തെ പകലത്തെ മുഴുവൻ വിവരങ്ങളും ഇവർക്ക് രാത്രിയിൽ നിന്ന് കൈമാറി സുബഹി പുലരുന്നതിന് മുമ്പ് അദ്ദേഹം അവിടേക്ക് തിരിച്ചെത്തുമെന്നാണ്. ഇങ്ങനെ വളരെ പ്ലാനിങ്ങോടുകൂടി. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയും സ്വഹാബത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത വഴി മക്കയിൽ നിന്ന് സാധാരണ എല്ലാവരും മദീനയ്ക്ക് പോണ വഴിയല്ലാണ്, വേറൊരു വഴി, ഒരു തീരദേശ വഴി തിരഞ്ഞെടുത്തിട്ടാണ് അവർ പോയത് എന്നാണ്. അവരെ വഴി കാട്ടാൻ വേണ്ടി അമുസ്ലിമായ, നാട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അമുസ്ലിമായ ഒരു മനുഷ്യനെ ആയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയും അതേ വഴി കാട്ടാൻ വേണ്ടി. നമുക്ക് കുറെ തിരിച്ചറിവുണ്ട്. വിശിഷ്യ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്ടിൽ നമുക്കൊരുപാട് ചരിത്രം ഇതിന് കിട്ടാണ്ട്. ഒരു അമുസ്ലിമായ സുഹൃത്തിനെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധമുള്ള ഒരു അമുസ്ലിം സുഹൃത്തിനെ വഴി കാട്ടാൻ വേണ്ടി, കാരണം നാട്ടുകാരും അത് സംശയം ഉണ്ടാവില്ല, അങ്ങനെ മുന്നിൽ നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ യാത്രയുണ്ടായിരുന്നത്. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ, ഇവരുടെ വാഹനം പോകുന്നിടത്ത് മണലിൽ കാൽപാദങ്ങൾ ഉണ്ടാവും. ആളുകൾക്ക് വേഗം തിരിച്ചറിയാം ഇതിലൂടെ 2 വാഹനം പോയിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ആ കാൽപാദങ്ങൾ മായ്ക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ആടുകളുമായി പിന്നാലെ ഇങ്ങനെ പോയി ആ കാൽപാദങ്ങൾ മായ്ച്ചു പോയിരുന്നു എന്നാണ്. ഒരുപാട് വായിക്കാനുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അറിയുക, പാഠങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തിന്മകളെ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യം